വലിയൊരു അപകടം ചെറുതായി പോയി. ഇനിയിപ്പോൾ അത് കെട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പം ഞങ്ങൾക്ക് അടുത്തുള്ള ആശുപത്രി നമ്മുടെ മോന് കടന്ന ആശുപത്രി തന്നെയാണ് കേട്ടോ, മെഡിക്കൽ കോളേജ് തന്നെയാണ് അടുത്തുള്ള ആശുപത്രി. അപ്പോൾ അടുത്തുള്ള ആശുപത്രി ഏതാണോ അവിടെ വന്ന് കെട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് അടുത്തുള്ള ആശുപത്രി ഞങ്ങളുടെ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് തന്നെയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണിച്ച് മുറിയൊക്കെ കാണിച്ച് മുറിയത്തെ കെട്ടും കാര്യങ്ങളൊക്കെ അഴിച്ച് ഇനിയിപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിൽപ്പാണ് കേട്ടോ. അങ്ങനെ കുറേ ദിവസം ഞങ്ങളൊരു 3-4 ദിവസം ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് നടക്കണം. ഇതിപ്പോൾ മൂന്നാമത്തെ കെട്ടലാ തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള കാത്തുനിൽപ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇന്നത്തെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നിട്ടോ. അങ്ങനെ ബിരിയാണി വേണം പറഞ്ഞ് വാശി പിടിക്കുകയാണ് ആള്. പിന്നെ നോമ്പായതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കടകളൊന്നും ഓപ്പൺ അല്ല. അതുകൊണ്ട് സോപ്പും സാബൂനൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ മുറി കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഓൻ്റെ ആഗ്രഹം പോലെ KR പോയി ഒരു ബർഗറൊക്കെ മേടിച്ചു കൊടുത്തിട്ടോ. തീറ്റയിൽ പിന്നെ ഞങ്ങൾക്ക് ഒരു കോംപ്രമൈസും ഇല്ല. തിന്നാൻ ഞങ്ങൾ മുടുക്കനാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമാണ്. എവിടെ ഇട്ട് പോയാലും പള്ളർച്ച് തിന്നും ആള്. അതുകൊണ്ട് പിന്നെ ഒരു പേടി ഞമ്മക്കില്ല. എന്നാൽ മറ്റോട് നേരെ ഓപ്പോസിറ്റാണ്. കന്നം കാണാൻ തന്നെ പേടിയാട്ടോ. അങ്ങനെ ഞാനും തേജുട്ടിൻ്റെ അച്ഛനും കൂടെ അച്ഛനും കൊണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങൾ 3 ആളും കൂടെ ബർഗറൊക്കെ വാങ്ങി തിന്ന് പോന്നു. എപ്പോഴേലൊക്കെ ഇങ്ങനൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ ഓനെടുത്ത് തിന്നട്ടെ, ഓൻ്റെ ആഗ്രഹമല്ലേ. നമ്മളെ പ്രായത്തിലൊന്നും നമുക്ക് ഇതൊന്നും കിട്ടൂല. പറയാനും അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തതൊക്കെ പറയാനും അറിയും. അങ്ങനെ ഒരു മെച്ചുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം കെട്ടാൻ പോകുന്നില്ല കേട്ടോ. കാരണം ഡോക്ടർ പറഞ്ഞു, ഇന്നലെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ മുറി കെട്ടാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അവിടുന്ന് കെട്ടിയാൽ മതി, 2 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് എടുക്കും, അപ്പോൾ നിങ്ങൾ തന്നെ കിട്ടിയാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. കാരണം ആൾക്കൊന്നും തന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഷർട്ട് ഇട്ട് കൊടുത്തിരുന്നത് എന്നും മുറിമിക്കുള്ള ബനിയനൊന്നും ഊരാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പം പിന്നെ ബനിയനൊക്കെ ഇട്ട് കൊടുക്കൽ തുടങ്ങി. അപ്പം എന്തായാലും ഞാനൊന്ന് കെട്ടി കൊടുക്കട്ടെ. ആൾക്കിപ്പോൾ ഒരു കുറുമ്പ് ഇട്ടിട്ടുണ്ട്. ക്യാമറ ഞാൻ പിടിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് എന്നുള്ള കുറുമ്പിലാണ്. അപ്പോൾ ആ കുറുമ്പ് കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആള്. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഈ എടുത്തോ, ക്യാമറ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മയത്തിൽ ഞാൻ അങ്ങോട്ട് മയപ്പെടുത്തിയെടുത്തു. മയപ്പെടുത്തിയാൽ മയങ്ങാത്തവർ ആരുണ്ടല്ലേ. മയപ്പെടുത്താൻ നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞാലൊന്നും നടക്കൂല കേട്ടോ. കേട്ടോ ഈ ഒരു ഭാഗത്താണ് മോൻ്റെ മുറി ഉള്ളത്. ആ ഭാഗത്ത് എന്താ പറയുക, അത് മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് കേട്ടോ കെട്ടി കൊടുക്കാനൊക്കെ. ഇനിയിപ്പോൾ സ്റ്റിച്ച് എടുക്കാൻ പോകാൻ എനിക്ക് പേടിയാണ്. എന്താ ഏതെന്ന് അറിയില്ലല്ലോ. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഇപ്പം നിന്ന് കൊടുക്കാന്നാ. ഓല മേലാണ് വലിക്കണമെങ്കിലും അതിൻ്റെ വേദന ഫുള്ള് നമുക്കാവുമല്ലോ കിട്ടുക. എനിക്കറിയില്ല. എന്തായാലും ഒക്കെ അങ്ങനെ ചെറുതായി നല്ല രീതിയിൽ അവസാനിച്ചല്ലോ. അതാണ് പിന്നുള്ള ഒരു സമാധാനം കേട്ടോ. എന്തോ വലുത് വന്നതേന്ന് അതിങ്ങനെ ചെറുതായിട്ട് പോയി. അതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. വേറെ ഒന്നിക്ക് പറയാല്ല. ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിനങ്ങോട്ട് വിളിച്ച് നിലയിറക്കിയെന്നോട് പറയാം. അത്രയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാനോട്. പിന്നെ ഭഗവാന് നമ്മളെ കൈ വിടൂല എന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ ഒരു പേടിയും പേടിക്കാല്ല. മുറി കെട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. ആളെ കിട്ടൊന്നുമില്ല. ആള് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഡിസ്ചാർജ് ആയി വന്ന പാടെ തേജുവിനെ കാണാൻ വീടിൻ്റെ അടുത്തുള്ള കുറേ ആളുകൾ വന്നിരുന്നു. പക്ഷെ കുട്ടി എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. കുട്ടി ഉണ്ടാവും അവൻ്റെ താഴത്തുണ്ട് കുറച്ച് അവൻ്റെ താട്ടന്മാരെ വീട്ടിലുണ്ടാവും. എന്നിട്ട് പിന്നെ രോഗീനെ കാണാൻ വന്നവർക്ക് രോഗീനെ അപ്പുറത്ത് പിടിച്ചു കൊടുന്ന് കാണിച്ചു കൊടുക്കണം. അതേന്ന് അവസ്ഥ. പറഞ്ഞിട്ടും കാര്യമില്ല. കുട്ടിയല്ലേ, അടങ്ങിക്കാൻ അറിയൂലല്ലോ. അങ്കലവാടിയിലാണെങ്കിൽ പിന്നെ അങ്ങനെ അവിടെ അടങ്ങി നിന്നോളൂ. ഇതിപ്പോൾ ആ അങ്കലവാടി കൊണ്ടാക്കാൻ പറ്റൂലല്ലോ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് അവസ്ഥ. പിന്നെ തലേമലായതുകൊണ്ട് ഓന് മുറി ഞങ്ങൾ ഡിസ്ചാർജ് ആയ ആ ടൈമിൽ തന്നെ മുറിക്ക് നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് ഉണങ്ങാൻ അത്രയ്ക്കും മരുന്നും കാര്യങ്ങളാണ് മോന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ 2-3 ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആവണ മുമ്പ് തന്നെ ഡ്രസ്സ് ചെയ്തപ്പോൾ തന്നെ ഒരു പറഞ്ഞു മുറിയൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞാൽ ഇവൻ അത്ര പേടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതാണ് പിന്നെയുള്ള സമാധാനം. എനിക്കാണ് നല്ല പേടിയോ. ആള് കൂളായിട്ട് നിന്നൊക്കെ കൊടുക്കും കേട്ടോ എല്ലാത്തിനും. ഇനി കളി കഴിഞ്ഞ് പോരുമ്പോഴേക്കിന് ഇത് പോരാവോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തപ്പോൾ അങ്ങനെ ഇത് കെട്ടി കൊടുക്കണം എന്നില്ല, അങ്ങനെ തന്നെ ഉണങ്ങുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കളിച്ച് നടക്കുന്ന കുട്ടിയല്ലേ, വല്ല പൊടിയും ചളിയൊക്കെ ആയാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാവൂലേ.
പിന്നെ ഇങ്ങനെ ഒരു തലയമല ഒരു കെട്ട് കാണുമ്പോൾ ഓനെ കൂടെ കളിക്കണവർക്കും ഓനോടൊരു കെയർ തോന്നുമല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കെട്ടി കൊടുത്തിട്ടുള്ളത്. ആൾക്കാ കെട്ട് അവിടെ ഉണ്ട്, മുറി അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധേ ഇല്ല. അത് വേറെ കാര്യം. എന്താ തലയ്ക്ക് പറ്റി വയ്ക്കുമ്പോൾ ഓൻ കൂളായിട്ട് പറയും, അതെ ബൈക്ക് കുത്തിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ. ഇന്ന് ഹോസ്പിറ്റലും മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റിച്ചൊക്കെ എടുത്തിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കണ്ടതിൽ കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.